ഇനി പെപ്പർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ കറി ആട്ടോ ഇത്. ഇത് ഒരു വ്യത്യസ്ത രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചേക്കാട്ടോ. ഇതിലേക്ക് ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ. കൂടെ തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. ഇപ്പൊ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഒരു 10 മിനിറ്റ് നേരത്തേന്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതിയാവും കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ദാണ്ട് ഇതൊന്ന് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട. ഇതിനി നമുക്കങ്ങ് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ എണ്ണ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 4 സവാള കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും കേട്ടോ. അതിനാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തണം കേട്ടോ. അതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടും. ഒന്ന് അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുവരെയും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി അതും കൂടെ ഇട്ട് വീണ്ടും പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. പൊടികൾ പച്ചമണമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പൊ അതാണ്ട് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെയും മതിയാവും കേട്ടോ. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വീണ്ടും അതും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്ത ടേസ്റ്റിലാട്ടോ ഈ പെപ്പർ ചിക്കൻ കിട്ടുന്നത്. നല്ല അടിപൊളി ഐറ്റം ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റി ആട്ടോ ഇത് കഴിക്കാൻ. ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 5 തക്കാളി ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് കുറയ്ക്കാതെ തന്നെ അങ്ങ് ചേർത്തേക്കണം. ഇത് നമുക്ക് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇതിനെ മണ്ടേ ചേർത്ത് കൊടുത്താൽ മതി. അധികം പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും ഒന്ന് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ചേർത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയാൽ മതിയാവും കേട്ടോ. ഇതൊന്നങ്ങ് മിക്സ് ആക്കി നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. ഈ സമയം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ തക്കാളിയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനൊക്കെ ഇനിയും ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന ഗ്രേവിയുടെ അനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ. വെള്ളവും ചേർത്ത് വീണ്ടും ഇത് ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ബലം കൊടുത്തൊന്നും മിക്സ് ആക്കരുത് കേട്ടോ. ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ അതാണ്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതാണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് വേണം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും ഈ കറി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ. ഇത് കാണുമ്പോഴേ അറിയായിരിക്കുമല്ലോ നല്ല ടേസ്റ്റി ആണെന്ന്. ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ ചേർക്കണമെന്ന് ഇല്ല കേട്ടോ. വീണ്ടും ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇത് നമുക്കിനി ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.